ഈശ്വര, വിഷുവായിട്ട് നല്ലൊരു കണി കാണിക്കണേ. ധനയോഗം, ഉയർന്ന ജോലി, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതൊരു ജീവിതം, കഴിവേറിയ ചിന്താഗതി, അവസാനമായിട്ട് സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം. ഇതെല്ലാം കൂടെ കിട്ടുന്ന ഒരു ഉഗ്രം കണി കാണിക്കണേ. ചന്തി എൻ്റെ കൊല്ലം പോയി. മൂടുപോയി. നീ ഏതാടാ? നീ എങ്ങനെ അകത്ത് കയറി? ബ്രോ നേരത്തെ ചന്തി എന്ന് പറഞ്ഞില്ലേ, ആ ഗ്യാപ്പിൽ കയറി. മതി ഇറങ്ങി. ബ്രോ ടെൻഷൻ ആവണ്ട, അഭിനല്ലേ, അച്ചോട്ടൻ തന്നെ. വിഷുക്കല്ലേ, ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ശരി നടക്കട്ടെ. ബ്രോ ഇപ്പം എന്താ പരിപാടി? നീ പണിയെടുക്കാൻ വന്നതല്ലേ, പണിയെടു. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചോണ്ടിരിക്കും. അല്ല ബ്രോ, ഞങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ബ്രോനെ കണ്ടിട്ട് ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളെ പോലെയാണ്. നീ ആരാണ്? ജെൻസി മെയ്ഡോ? ഇരിക്കാൻ ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ, വേണമെങ്കിൽ മതി. ക്രിയേറ്റീവ് മൈൻഡ് സെറ്റോ ചോദിച്ചേക്കാം. എന്തോ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. ഞാൻ എന്ത് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ലേ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് എന്തോ അത് വിഷു അല്ലേ, പുതുവത്സരല്ലേ, എന്തുകൊണ്ടൊരു ക്രിയേറ്റീവ് സ്ഥലത്ത് പഠിച്ചൂടാ? ക്രിയേറ്റീവ് ആയിട്ടുള്ള അക്കാഡമി ഇവിടെ കുറെ ഉണ്ടല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രോപ്പർ ആയിട്ടുള്ളതുണ്ടോ? അങ്ങനെ ഒരു അടിപൊളി സ്ഥലം ഉണ്ടല്ലോ. അതായത് അങ്ങനെ ഒരു സ്ഥലം തന്നെയുണ്ട്. ബാക്കി പറ. അതായത് ബ്രോ, നമ്മുടെ ലോകത്ത് ക്രിയേറ്റീവ് അക്കാദമി ആൾക്കാർ തപ്പിക്കൊണ്ടിരിക്കുന്നു. അതേത് ലോകം? അതൊന്നുമില്ല, അതോട് DC ദ ബെസ്റ്റ് ആണ്. എടപ്പള്ളിയിലുണ്ട്, നേരെ പോയി ചേർന്നു, വേറെ ഒന്നും നോക്കണ്ട. ഞാൻ ചെയ്തോണ്ടിരിക്കും, പിടിച്ചേങ്ങോട്ട്. കേട്ടിട്ടൊരു സുഖമൊക്കെ ഉണ്ട്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എപ്പോഴും കിട്ടുന്നതല്ല, ഇതാണ് എന്റെ റൈറ്റ് ടൈം, പെട്ടെന്ന് പോയി ജോയിൻ ചെയ്തു. അതെ, ഇയാളിത് എവിടെ പോയി? ഇയാൾ എവിടെയോ? മയിൽപ്പീലി കൃഷ്ണൻ. സന്ധ്യ പറഞ്ഞു, അതെ ബ്രോനെ കണ്ടിട്ട് ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ആളുകളുണ്ട്. നമ്മുടെ ലോകത്ത് ക്രിയേറ്റീവ് അക്കാദമി ആൾക്കാർ തപ്പിക്കൊണ്ടിരിക്കുന്നു.